friends, welcome to Creative Petals. കുറേ നാളായില്ലേ കണ്ടിട്ട്. ഇന്ന് നമ്മൾ ഒരു പുതിയ ഡ്രോയിങ് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ കൂട്ടുകാരെ അത് കാണാൻ റെഡി അല്ലേ? ഹായ് ഫ്രണ്ട്സ്, കുറച്ചു കാലമായില്ല നമ്മളൊക്കെ കണ്ടിട്ട്. അതെ, ഞാൻ നിങ്ങളെ മനോജ് അങ്കിൾ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പുതിയ ഡ്രോയിങ് ചെയ്യാം. ഡ്രോയിങ് വിത്ത് ആൽഫബറ്റ്സിൽ എസ് വെച്ചിട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഡ്രോയിങ് ആണ് സ്വാൻ. നമുക്ക് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. വളരെ ഈസിയാണ്. എല്ലാവരും ഞാൻ വരയ്ക്കുന്ന പോലെ ഫോളോ ചെയ്യുക. അപ്പോ തുടങ്ങിയാലോ? റെഡി? ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു എസ് വരയ്ക്കുക. ഒരു എസ്, ഇംഗ്ലീഷ് ലെറ്റർ എസ്, ആൽഫബറ്റ് എസ്. ഇനി നമുക്കിതിനെ സ്വാൻ എങ്ങനെ ആക്കാം നോക്കാം. സ്വാനിന്റെ കൊക്ക് വരയ്ക്കാം. ഈസി അല്ലേ? എങ്ങനെയാ വരച്ച്? ആദ്യം ഇങ്ങനെ വരച്ച്, പിന്നെ അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ഇത് കൊടുത്ത്, കണ്ടോ? സ്വാനിന്റെ കൊക്ക് വരച്ചു. ഇനി നമുക്ക് ഒരു കണ്ണ് വരച്ചാലോ? ഒരു കണ്ണ് വരച്ചു അല്ലേ? നമുക്ക് കഴുത്ത് വരയ്ക്കാം. കഴുത്ത് വരച്ചു അല്ലേ? ഇനി നമുക്ക് രണ്ട് നല്ല ഭംഗിയുള്ള ചിറകുകൾ. ആദ്യത്തെ ചിറകായി. എളുപ്പല്ലേ? ഇവിടെ ജസ്റ്റ് ഒന്ന് മായ്ച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മള് രണ്ടാമത്തെ ചിറകുകളും വരയ്ക്കുകയാണ്. ഓക്കെ, ഓക്കെ. ഇനി നമുക്ക് സ്വാനിന്റെ കാലും കൂടി വരയ്ക്കാം. ഓക്കെ, എസ് വെച്ചിട്ട് നമ്മള് വരച്ചു. എന്ത്? സ്വാൻ. ഇനി നമുക്കത്, ഈ സ്വാനിനെ നമുക്ക് വെള്ളത്തിലേക്ക് ഇറക്കിയാലോ? ഇല്ല, നമുക്ക് സ്വാനിനെ വെള്ളത്തിലിറക്കാം. അതിനെന്താ വേണ്ടത്? വെള്ളം വരയ്ക്കണം അല്ലേ? വെള്ളം വരച്ച് ഒരു ലോട്ടസ് വരയ്ക്കാം. ഇവിടെ ഒരു ലോട്ടസിന്റെ ലീഫ് വരയ്ക്കാം. ഇവിടെ നമുക്കൊരു ലീഫ് വരയ്ക്കാം.
അപ്പൊ നമ്മള് എസ് വെച്ച് ഒരു സ്വാൻ വരച്ചു. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിനും ഒപ്പം വരയ്ക്കാം കേട്ടോ. ഇത് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്വാനാണ്. കൊച്ചു കുട്ടികൾക്ക് കൂടി വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് വളരെ സിമ്പിൾ ആയിട്ട് വരച്ചിരിക്കുന്നത്. ഇനി ഇതിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൂടുതൽ വരയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്ത് വേണമെങ്കിലും ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഓക്കെ, നമ്മളിപ്പോ എസ് വെച്ചിട്ട് സ്വാൻ വരച്ചു. SWAN സ്വാൻ. ഓക്കെ, അപ്പോ ഇനി നമുക്ക് പുതിയൊരു ഡ്രോയിങ് ആയിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ.